കിരണേട്ടാ 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 എന്താ കല്യാണി? അച്ഛൻ എന്താ പറ്റിയത്? അത് പിന്നെ കള്ളൊന്നും പറയണ്ട. ബാലമാമ വന്നിട്ടുണ്ട്. നടന്ന് എന്താന്ന് പറഞ്ഞു. അച്ഛൻ ഹോസ്പിറ്റലിൽ ഐസിയുലാണല്ലേ. എന്നിട്ട് അമ്പലനടയിൽ ഇരിക്കുവാണെന്നല്ലേ. അത് നിങ്ങൾ മക്കളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എന്നാലും നടന്ന കാര്യം പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവായിരുന്നല്ലോ. കല്യാണി, അവിടെ ബൈജുവും ബാലമാമയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അല്ലെങ്കിൽ കാർത്തിക ആകെ സങ്കടത്തിലാവും. നീയും ലക്ഷ്മിയമ്മയും എല്ലാം അങ്ങനെ തന്നെ. അങ്ങനെയുള്ളപ്പോ വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുന്നെന്ന് തോന്നി. അതുകൊണ്ടാ ഒന്നും പറയാതിരുന്നത്. അച്ഛന് സീരിയസ് ആണ് കിരണേട്ടാ. അത്ര സീരിയസ് ഒന്നും അല്ല. കാർത്തികയുടെ കല്യാണം മുടങ്ങി അറിഞ്ഞപ്പോ ദേഹത്തിനൊരു തളർച്ച ഉണ്ടായി. പിന്നെ നേരത്തെ അറ്റാക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ഐസിയുവിൽ കിടത്താമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ചേച്ചിമാരെയും കൂട്ടി അങ്ങോട്ട് പോവാ. കാർത്തികയെ കൂട്ടി പോകുന്നതൊക്കെ സൂക്ഷിക്കണം. ഏത് വഴിയാണ് അപകടം വരുന്നത് പറയാൻ പറ്റില്ല. കിരണേട്ടനോട് കാര്യം പറഞ്ഞിട്ട് വരാനാ കാർത്തിയേച്ചി പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും ശരി, അച്ഛനെ കാണാതെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് സമാധാനമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവത്തുള്ളൂ കല്യാണി. പിന്നെ കാർത്തികയെ കാണുമ്പോൾ നിന്റെ അച്ഛന് വീണ്ടും ബി പി കൂടും. ECGയിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും. ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു 2-3 ദിവസം ICU കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ എന്ന്. ഇങ്ങോട്ട് കൊണ്ടുവന്നാ ചിലപ്പോ വീണ്ടും കൊണ്ടുപോകേണ്ടി വരും. നിങ്ങളെയൊക്കെ കാണുമ്പോ അച്ഛന് വീണ്ടും സങ്കടം കൂടും. എന്ന് വെച്ചാൽ എത്ര പ്രതീക്ഷയുടെ ഓഡിറ്റോറിയത്തിൽ നിന്നത്, എന്നിട്ട് അതിന്റെയൊക്കെ അവസാനം പറയേണ്ടി വന്നത് കല്യാണം മുടങ്ങിയെന്നുള്ള വാർത്ത മാത്രമല്ലല്ലോ, ദിലീപേട്ടന്റെ അച്ഛന്റെ മരണം കൂടിയല്ലേ. അതോടെ ഇനി കല്യാണത്തിൽ നിന്ന് ദിലീപും വീട്ടുകാരും പിന്മാറി കാണുമെന്ന് വിചാരിച്ചു കാണും. ഞാൻ എന്തായാലും ചേച്ചിയും കൂട്ടി പോയിട്ട് വരാം. കല്യാണം ഉറപ്പായിട്ട് നടത്തുമെന്ന് വേണം അച്ഛനോട് പറയാൻ. അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ആള് നോർമലാവും. ശരി കിരണേട്ടാ. ദീപയുടെ മരണം തളർത്തിയതാ മോളുടെ അച്ഛനെ. അവിടെ നിന്ന് പിടിച്ചു കയറിയത് ഈ കല്യാണം നടക്കുമെന്ന് കരുതിയിട്ടാ. അപ്പോഴാ അവിടെയും തിരിച്ചടി ഉണ്ടായത്. താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇന്നലെ തന്നെ കിരൺ അത് പറഞ്ഞാൽ മതിയായിരുന്നു. അതിൽ കിരണിനെ കുറ്റം പറയണ്ട മോളെ. കിരണിന് ആരും ടെൻഷൻ അടിക്കുന്നതിനോട് താല്പര്യമില്ല. ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞാ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ, അത് വീണ്ടും മോളുടെ അച്ഛനെ വേദനിപ്പിക്കുകയുള്ളൂ. എന്തായാലും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദിലീപേട്ടന്റെ വീടും ഈ വീടും ഉറങ്ങിയ പോലായില്ലേ അമ്മ. ആ ഉറക്കത്തിൽ നിന്നൊരു മോചനം കിട്ടിയേനെ മോളെ. കിരൺ അവനെ കൊന്ന് കായലെറിഞ്ഞിരുന്നെങ്കിൽ അവിടെ പരാജയം പറ്റിയല്ലോ. കിരണിനോട് ചോദിച്ചു കാര്യങ്ങള്? ചോദിച്ചു. കല്യാണം നടക്കാത്തതിന്റെ വിഷമത്തിൽ നമ്മളൊക്കെ ഇരിക്കുമ്പോ അതിന്റെ കൂടെ മറ്റൊരു ഷോക്കും കൂടെ തരണ്ടാന്ന് കരുതിയാ പറയാതിരുന്നെന്നാ കിരണേട്ടൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് പോകാതിരുന്നു നന്നായി. ഇപ്പൊ നിങ്ങളുടെ അച്ഛൻ കുറച്ച് നോർമലായി കാണും. എന്ന് ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മ. ഞാനും കൂടെ വരാം. നിങ്ങൾ അവിടെ കൂട്ടിരിക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ നിന്നോളാം. പെട്ടെന്ന് ഡിസ്ചാർജ് ആവുന്ന പറഞ്ഞേ. ആവുമ്പോ ആവട്ടെ മോളെ. ഇപ്പോഴത്തെ അവസ്ഥയില് ഇവിടെ കൊണ്ടുവരുന്നതിലും നല്ലത് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് തന്നെയാ. ബാലമാമ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഉടനെ വരും. നമുക്ക് ഉടനെ പോവാം. ഞാൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതേ മറ്റൊരു കാര്യം പറയാന്. കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാ ഗംഗാപ്രസാദ് ഈ കളിയൊക്കെ കളിച്ചത്. അവന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ, കല്യാണം മുടങ്ങട്ടെ. അത് പറഞ്ഞപ്പോ ഒക്കെയാണ് ഞെട്ടിപ്പോയോ? അവൻ അങ്ങനെ ധരിച്ചോട്ടെ എന്നാ ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും അവൻ അറിയരുത് ഇനി ഈ കല്യാണം നടക്കുന്ന കാര്യം. കല്യാണ ദിവസം നമ്മുടെ 2 കൂട്ടരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രം മതി. അച്ഛന്റെ കർമ്മങ്ങൾ കഴിഞ്ഞ അടുത്ത ദിവസം വിവാഹം നടത്തണമെന്നാ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു കാരണവശാലും പുറം ലോകം അറിയരുത്. അതായത് ഗംഗാപ്രസാദിനെ സന്തോഷിപ്പിച്ചിട്ട് അവന്റെ ശ്രദ്ധ തിരിച്ചിട്ട് കല്യാണം നടത്താന്ന് അല്ലെ? അതല്ലേ നല്ലത്. ആ ബുദ്ധി കൊള്ളാം. അപ്പോ ചാനലുകാരെല്ലാം ദിലീപിന്റെ അച്ഛന്റെ മരണവും കല്യാണം മുടങ്ങിയതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പരിചയമുള്ള 1-2 ചാനലുകളുണ്ട്. അവരെ വിളിച്ചിട്ട് ഞാൻ ഈ വിവരം പറയാം. കല്യാണ പയ്യൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി. ധൈര്യമായിട്ട് പറഞ്ഞു. 1-2 ചാനൽ വന്നാൽ മതി. അത് പിന്നെ എല്ലാവരും ഏറ്റെടുത്തോളൂ. എന്നെ കാണാൻ വരുന്ന ചാനലുകാരോടും ഞാൻ പറയാം, കല്യാണത്തിന് ഞാൻ പിന്മാറി. ഗംഗാപ്രസാദ് സന്തോഷിക്കട്ടെ കിരണം. അവൻ ആഘോഷിക്കട്ടെ. അതിന്റെ അവസാനം നമ്മൾ തീരുമാനിച്ചതുപോലെ എല്ലാം നടക്കും. ഞാൻ കാർത്തികയെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ഗംഗയുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടാണ് ദിലീപ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. 100% എന്റെ അച്ഛനാണ് മരിച്ചത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഏതൊരു മകനും ഈ കല്യാണത്തെ പറ്റി പിന്നെ ചിന്തിക്കില്ല. അച്ഛന്റെ മരണത്തിന് കാരണമായത് കാർത്തികയാണെന്ന് കരുതിയിട്ട് വേറെ ആരെ കല്യാണം കഴിച്ചാലും കാർത്തികയെ വേണ്ടാന്ന് പയ്യനും ബന്ധുക്കളും പറയും. എന്നാൽ കാർത്തികയെ അങ്ങനെ നിരാശപ്പെടുത്താൻ ഞാൻ ഒരുക്കുമല്ല. കാരണം അവൾ മുൻകൂട്ടി തന്നെ ഈ അപകടം കണ്ടതായിരുന്നു. പലതവണ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവൾ എന്നോട് പറഞ്ഞതാ. ഇപ്പോഴും അവൾ തന്നെ ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവളുടെ മനസ്സ് ഞാൻ കാണാതെ പോകരുത് കരണേ. എനിക്ക് കാർത്തികയെ വേണം. അതിന് ഗംഗാപ്രസാദിനെ തൽക്കാലം നിശബ്ദനാക്കിയേ പറ്റൂ. എല്ലാത്തിനും ശേഷം ഞങ്ങൾ ഒന്നിച്ചെന്ന് അറിയുന്നത് അവനൊരു ഷോക്കാവട്ടെ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഉടനെ തന്നെ ചാനലുകാരെ വിളിച്ചോ. വേലു, നീ നിന്റെ മാമിയോട് ഇങ്ങോട്ട് വരാൻ പറ. നിന്റെ മാമനൊക്കെ പോയതല്ലേ, അവര് ഇവിടെ വന്ന് നിന്നാ അത് അവർക്കൊരു ആശ്വാസമായിരിക്കൂടാ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാറേ. രതീഷേട്ടാ, ആ. TV ഒന്ന് വെച്ചേ. കിരണേട്ടൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞു ന്യൂസ് ചാനലൊന്ന് നോക്കാൻ. പിടികിട്ടാപ്പുള്ളി ഗംഗാപ്രസാദിന്റെ അക്കൗണ്ടിൽ ഒരു കൊലപാതകം കൂടി. അയാളുടെ ക്രൂരത കാരണം ഒരു പെൺകുട്ടിക്ക് കൂടി മംഗല്യഭാഗ്യം ഇല്ലാതായി. വരൻ ദിലീപ് വിവാഹത്തിൽ നിന്നും പിന്മാറി. നമ്മുടെ പ്രതിനിധി ശ്രുതിയോട് ദിലീപ് നടത്തിയ പ്രതികരണത്തിലേക്ക്. പല ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടായിട്ടും ദിലീപ് വിവാഹത്തിൽ നിന്ന് പിന്മാറാതെ നിൽക്കുകയായിരുന്നല്ലോ. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയായ കാർത്തിക ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിട്ട് പോലും ദിലീപ് അത് കേട്ടില്ല. എന്നിട്ട് പിന്നിപ്പോ മറിച്ച് ചിന്തിക്കാനുള്ള കാരണം എന്താ? അതിന്റെ കാരണം വ്യക്തമല്ലേ. എന്റെ അച്ഛൻ പോയി. അമ്മയാണെങ്കിൽ ഈ വിവാഹത്തെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാ ഭാഗത്തുനിന്നും എനിക്ക് സമ്മർദ്ദമുണ്ട് ഈ വിവാഹത്തിന് പിന്മാറാൻ. എല്ലാവരെയും എതിർത്തുകൊണ്ട് എന്റെ മാത്രം തീരുമാനം ഇനി നടപ്പിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോ ദിലീപ് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണല്ലേ? 100%. ഇനി ഒരു ദുരന്തം കൂടി ഈ കല്യാണത്തിന്റെ പേരിലുണ്ടായ അതിനി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും. വിവാഹത്തിന് പിന്മാറരുതെന്ന് പലരും പറയുന്നുണ്ട്. പല കമന്റുകളും വരുന്നുണ്ട്. എന്നാൽ പറയുന്നവർക്ക് പറയാം, എന്നെയാണ് അവൻ കൊന്നതെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതിന് പകരം അവൻ തെരഞ്ഞെടുത്തത് എന്റെ അച്ഛനെയാണ്. കാർത്തിക ഈ വിവരം അറിഞ്ഞോ? വിളിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചാനലൊക്കെ ഇത് വന്നു കഴിഞ്ഞല്ലോ. വലിയ ആത്മവിശ്വാസത്തോടെ ഈ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ ആളായിരുന്നല്ലോ ദിലീപ്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം? അതെ, കാർത്തിയേച്ചി വേണ്ടാന്ന് പറഞ്ഞപ്പോഴും വേണമെന്നായിരുന്നു
ദിലീപ് സാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആരും വിഷമിക്കണ്ട. ഇത് കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ദിലീപേട്ടന്റെ ബുദ്ധിയാ. കിരണേട്ടന് ഇതിൽ പങ്കുണ്ട്. കല്യാണം നടക്കില്ലെന്നൊരു പ്രതീതി ജനിപ്പിച്ചിട്ട് കല്യാണം നടത്താൻ അവര് പ്ലാൻ ചെയ്യുന്നത്. ഇത് നമ്മളെ പോലെ പെണ്ണിന്റെയും ചെറുക്കന്റെയും അടുപ്പക്കാരല്ലാതെ മറ്റാരെ അറിയിക്കേണ്ടെന്നാ കിരണേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആ അത് കൊള്ളാം. കാർത്തിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ദിലീപ് ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ടല്ലേ? അങ്ങനെ ഒരാളായതുകൊണ്ടാ ചേച്ചിയും ഈ വിവാഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറാത്തത്. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി കാർത്തിയേച്ചി കാരണം ദിലീപേട്ടനും കുടുംബത്തിനും ഒരു നഷ്ടം ഉണ്ടാവരുതെന്ന്. ഈ വാർത്തയൊക്കെ ഇപ്പൊ എല്ലാരും അറിഞ്ഞാണല്ലോ. അതെ, അറിഞ്ഞു കാണും. പ്രത്യേകിച്ച് ആ ഗംഗാപ്രസാദ് അവന്റെ ആഗ്രഹം പോലെ എല്ലാം നടത്തിയിട്ട് അവനെ നിരാശപ്പെടുത്താനാ ദിലീപേട്ടന്റെ തീരുമാനം. രതീഷ് ചേട്ടൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അച്ഛനോട് ഈ വിവരം പറയണം. അല്ലെങ്കിൽ ഇനി ആരെങ്കിലും പറഞ്ഞ് ഈ വാർത്ത അറിഞ്ഞാൽ മതി അടുത്ത അറ്റാക്ക് വരാൻ. ഞാൻ ഈ വിവരം കാർത്തിയേച്ചിയോട് അമ്മയോടൊന്ന് പറയട്ടെ. ഈ ദിലീപ് ആളൊരു പൊളിയാണ് കേട്ടോ. വേലു, ഇത്ര ആത്മാർത്ഥതയുള്ള ഒരാളെ ഭർത്താവായിട്ട് കിട്ടുന്നത് കാർത്തിയുടെ ഭാഗ്യം. കല്യാണം കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റണം. ഇങ്ങനൊരു നാടകം കളിക്കുന്നുണ്ട് കല്യാണം പെട്ടെന്ന് നടക്കും. പക്ഷെ അതിനുശേഷം ഒരു ജീവിതം ഉണ്ടല്ലോ. കല്യാണം നടന്ന ദേഷ്യത്തില് ലവൻ പിന്നെ എന്തും ചെയ്യും. കാർത്തിയെ കൊണ്ട് ദിലീപ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോട്ടം അങ്ങോട്ട് എത്തൂലല്ലോ. അവിടെയാണ് നമ്മൾ ഭയക്കേണ്ടത്. കിരണും ദിലീപേട്ടനും കൂടെ എടുത്ത തീരുമാനങ്ങളൊക്കെ ഇത്തിരി മുൻപേ വിളിച്ചു പറഞ്ഞു കല്യാണി. എന്തായാലും കല്യാണം നടത്താൻ തന്നെയാ അവര് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇതുപോലെ അവന്റെ കണ്ണ് വെട്ടിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആരുടെയും നാവിൽ നിന്ന് ഇത് ചോർന്ന് പോകരുതെന്ന് പറയണം. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ ബന്ധുക്കളുടെ അടുത്ത് പോലും പറയേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ വാർത്തയിലൊക്കെ വന്നോണ്ടിരിക്കുക ദിലീപേട്ടൻ പിന്മാറിയത്. അതുകൊണ്ട് ഇപ്പൊ ദിലീപേട്ടനും ഫേമസ് ആയി. എല്ലാവരെയും പ്രശസ്തരാക്കിയത് ഗംഗയാ. അവൻ പിടികിട്ട പുള്ളിയും കൊടും ക്രിമിനലും ആയതുകൊണ്ട് നിത്യേന അവനെക്കുറിച്ചുള്ള വാർത്തകളും പത്രത്തിൽ വന്നോണ്ടിരിക്കുക. അതിനകത്തൊക്കെ നമ്മളും കഥാപാത്രങ്ങളായിട്ടുണ്ട്. കാട്ടുമൂപ്പനും ഇപ്പൊ ദിലീപേട്ടന്റെ അച്ഛനും മരിച്ചതോടെ അമലവും വേലുവും വരെ ഇപ്പൊ പത്രത്തിലും ചാനലിലും ഒക്കെ ഇടം പിടിച്ചെന്ന് വേണം പറയാൻ. ഗംഗ ഇത് അറിഞ്ഞു കാണുമോ? അറിയാൻ വേണ്ടിട്ടാ കിരണേട്ടൻ ചാനലിൽ വാർത്ത കൊടുത്തത്. അവന്റെ കൂട്ടുകാരുടെയും കയ്യിൽ മൊബൈൽ കാണുമല്ലോ. അതിനകത്ത് ഇതെല്ലാം കാണാനും പറ്റുമല്ലോ. അത് കണ്ടവൻ രസിക്കട്ടെ, സന്തോഷിക്കട്ടെ. ഇനി ആർക്കും ഒരു അപകടവും സംഭവിക്കാതെ കല്യാണം നടക്കണമെന്ന് ദിലീപേട്ടൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ ഇങ്ങനൊരു ഐഡിയ പറഞ്ഞത്. ഇപ്പോ കല്യാണത്തിൽ നിന്ന് പിന്മാറിയ ദിലീപേട്ടനെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ കല്യാണം കഴിയുന്നതോടെ ഇല്ലാതായിക്കോളും മോളെ. ഞങ്ങളുടെ കല്യാണം കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും മീഡിയയോട് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ദിലീപേട്ടൻ ഒരു ഭർത്താവ് എന്നതിലുപരി ദിലീപേട്ടൻ എന്ന മനുഷ്യനെ സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് പുറം ലോകത്തെ അറിയിക്കണം. എന്തായാലും ഗംഗാപ്രസാദിനെ വെട്ടിച്ചിട്ട് ഇങ്ങനൊരു വിവാഹം നടത്തുന്നോണ്ട് ചാനലുകാര് രണ്ടാളെ ഇന്റർവ്യൂ ചെയ്യാൻ വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് എന്താന്ന് വെച്ചാ പറഞ്ഞു. ജീവിതത്തിൽ ഇതുപോലുള്ള ആൺകുട്ടികളെ കിട്ടാൻ വലിയ പാടാ മക്കളെ. നാളെ കാർത്തികയ്ക്ക് ദിലീപിനെ കിട്ടുവാണെങ്കിൽ കല്യാണി മോളെ പോലെ ഇവൾക്ക് മഹാഭാഗ്യ കൈവന്നിരിക്കുന്നതെന്ന് പറയാം. ദാമ്പത്യ ജീവിതം ഞാനും കല്യാണിയുടെ അമ്മയൊന്നും അധിക നാൾ ആഘോഷമായിട്ട് കൊണ്ടുപോയിട്ടില്ല. അതിനു പകരം മക്കളുടെ ജീവിതം കണ്ട് സന്തോഷിക്കാനുള്ള അവസരമാണ് ദൈവം ഒരുക്കി തരുന്നത്. അല്ലെങ്കിലും ഒരമ്മമാരും മക്കളുടെ ജീവിതത്തെക്കാൾ സ്വന്തം ജീവിതം നന്നാവണമെന്ന് ആഗ്രഹിക്കില്ല. എല്ലാം വിഘ്നങ്ങളൊന്നും കൂടാതെ ദൈവം നടത്തി തരട്ടെ. അവന് ബുദ്ധി വെച്ചടാ. അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി. ചാനലിൽ വരെ വാർത്തയായി. ഇപ്പൊ അവനാണ് സോഷ്യൽ മീഡിയ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയോട് പോയി പണി നോക്കാൻ പറയണ. അല്ലെങ്കിലും ഒരു പെണ്ണിന്റെ കല്യാണം മുടങ്ങിയ അവൾക്കൊപ്പമേ ഇവന്മാരൊക്കെ നിക്കത്തുള്ളൂ. എല്ലാവനും ജീവനിൽ പേടിയുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നവനൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ എപ്പോഴേ വാലും ചുരുട്ടി ഓടിയാനെ. എന്നാലും ഈ ദിലീപ് എന്ന് പറയുന്നവന് ഇങ്ങനൊരു പിന്മാറ്റം ഉണ്ടാവാൻ സ്വന്തം അച്ഛൻ മരിക്കേണ്ടി വന്നു. ഇപ്പൊ ശരിക്കും മരണവീടായത് അവളുടെ വീടാ. ഈ വാർത്ത അറിഞ്ഞതോടെ അമ്മയുടെയും മോളുടെയും നല്ല ജീവനങ്ങ് പോയി കാണും. അതുകൊണ്ട് ഇനി തൽക്കാലം ഈ സെന്റിമെന്റ്സ് ഒക്കെ ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്ക് വെളിച്ചത്തോട്ട് ഇറങ്ങിയാൽ മതി. പിന്നെ കിരണിന്റെ കാര്യം അറിയാലോ. അവൻ എന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഇനിയിപ്പോ ഈ കല്യാണം മുടങ്ങിയത് കൊണ്ട് അവൻ എങ്ങനെയെങ്കിലും എന്നെ കണ്ടെത്തുന്നുള്ള കാര്യം ഉറപ്പാ. ഇതൊരു തരത്തില് സേഫായ സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ഥലവും സേഫ് അല്ലളിയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് വല്ല കമ്പത്തോ തേനിയിലോട്ടൊക്കെ പോവാന്ന്. മുങ്ങുന്ന പ്രശ്നമില്ല. നമ്മൾ അതിന് ശ്രമിക്കുമ്പോഴായിരിക്കും പിടിക്കപ്പെടുന്നത്. ഒരുത്തൻ കൈയൊഴിഞ്ഞത് കൊണ്ട് നിന്റെ പെങ്ങളുടെ കല്യാണം ഉടനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ജീവൻ പണയം വെച്ചിട്ട് അവളെ ഏറ്റെടുക്കാൻ ഇനി ആരെങ്കിലും വരൂ. പിന്നെ അവളും ഇപ്പം അടുത്ത് കാണില്ലേ. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിലും വയറങ്ങ് നിറഞ്ഞു. അത് പറഞ്ഞപ്പോഴാ ഇനി എവിടുന്ന് ആഹാരം സംഘടിപ്പിക്കുന്നത്? എടാ, ഈ സ്ഥലത്ത് 1-2 വീടും അവിടെ വയസ്സായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വിദേശത്താ. രാത്രി അവിടെ കയറി പാചകം ചെയ്ത് കഴിച്ചാൽ അവിടെ ആരും അറിയാൻ പോകുന്നില്ല. ശരിക്കും കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവരുമാണ് അവിടെ ഉള്ളത്. എന്നാ പിന്നെ ആ വഴി നോക്കാം. പിന്നെ പുറത്തോട്ട് കയറാൻ ഡോറ് പൊളിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അകത്ത് കയറി നമുക്ക് 4-5 ദിവസം പിടിച്ചു നിൽക്കാനുള്ള സാധനങ്ങളുമായിട്ട് പുറത്തിറങ്ങിയാൽ മതി. CCTV ഉള്ള വീടാണോ? അല്ലടാ, അതിന്റെ പരിസരത്തൊക്കെ ക്യാമറ ഉണ്ട്. പിന്നെ ആ റൂട്ടിൽ പോകുന്ന ഏതെങ്കിലും കാർ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു. എന്തെങ്കിലും നോക്കാം. ഇപ്പോ എന്തും ചെയ്യാനുള്ള ഊർജ്ജമുണ്ട്. അതുപോലുള്ള വാർത്തകളാണ്